ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതളുകളാക്കിയിട്ടുള്ള ഒരു കോളിഫ്ലവർ ഉപ്പും മഞ്ഞളും ചേർത്തിട്ടുള്ള വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റോളം തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. 5 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി. അതിൻ്റെ ഒരു തണ്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്ത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ആ ഒരു മസാല നല്ലപോലെ തന്നെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഊറ്റിയെടുത്തിട്ടുള്ള ആ ഒരു കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല ആകുന്ന രീതിയിൽ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇവിടെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള ഓയിലൊക്കെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്കിത് ഫ്രൈ ആയിട്ട് വരുള്ളൂ. അപ്പോൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഒരു പകുതി ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കറിവേപ്പില നല്ല മുരിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവറിൻ്റെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറുതെ കഴിക്കാനാണെങ്കിലും നമ്മുടെ ചോറിൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.